ദേ, ഇതാണ് ലൈഫ്. ഇതാണ് എൻ്റെ കഥ. എങ്ങനെ തുടങ്ങുക? ദേ, ഇതാണ് ഞാൻ, അഭി. എവിടുന്നാ തുടങ്ങാന്നറിയില്ല. ഒരു പ്രണയലേഖനം അല്ല, കത്ത്. സാർ, എനിക്ക് അവളെ ഇഷ്ടമാണ്. നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുമ്പോൾ നമ്മളതിലില്ലാതാവുകയാണ്. അവൾ എന്നെ പൊളിയ. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആരോടും പറയാതെ കൂടെ ഇരിക്കും. എനിക്ക് വലിയ ഇഷ്ടമാണ്. ഒത്തിരി ഇഷ്ടമാണ്. അവള് വന്നേ പിന്നെ ലൈഫിലൊക്കെ ഒരു മാറ്റമൊക്കെ ഉണ്ടായത്. പിന്നെ കുറേ കൂട്ടുകാരും. ഇതാ വരണേ, നിനക്ക് എന്നാ പറയാനുണ്ടെന്ന് പറഞ്ഞേ? അതോ, അവൾക്ക് നിന്നെ വേണ്ട, അത് വിട്ടേക്ക്. ആ മൊമെന്റ് മറക്കാൻ പറ്റണില്ല. ചില സ്വപ്നങ്ങൾ നമ്മൾ പോലും അറിയാതെ നമ്മളെ വിട്ടങ്ങ് പോകും. അന്നത്തോടെ നൈസായിട്ട് അവളങ്ങ് തേച്ചു. പിന്നെ കുറേ ദിവസങ്ങൾ നീർന്ന നാളുകളായി. ദേ, പിന്നെയും വന്നു നല്ലൊരു ദിവസം. ക്ലാസ്സിൽ കേറാറില്ല, സപ്ലിയും തീർന്നില്ല, ഈ സെമ്മും മൂഞ്ചിപ്പോയേരെയും താരോ തകതാര തകതിമിതാര തകതിമിതാര തകതിമിതോ തകതാര തകതിമിതാര തകതിമിതാര തകതിമിതോ. പോടാ. അതെയോ, ശരി ശരി, പറഞ്ഞേക്കാം. ഡാടാ, വാ 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 വാ. ഡാ, കേക്ക് ഏക്കടാ, കേക്ക്. അറിഞ്ഞോ? എന്താടാ? അവള് വന്ന്. ആണോ? അടിപൊളിയാ. അന്നേ ഞാൻ ഉറപ്പിച്ചു അവൾ എനിക്കുള്ളതാണ്. ഈ തെണ്ടി സെറ്റാക്കുന്നതിന് മുമ്പ് സെറ്റാക്കണം.
കൂട്ടുകാരനാണത്ര തേണ്ടി. ആ ഇവനും കൊള്ളാം. പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടക്കണ മീനാണ്. ചരക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടക്കണ മീനാണ്. നമ്മൾ ഒരുപാട് പ്രേമിക്കണം, ലൈഫിൽ ഒരു തേപ്പൊക്കെ കിട്ടും, പിന്നെ അതൊന്ന് മാറ്റിയെടുക്കണം. അവളോട് മിണ്ടാനൊരു മടി, അടുത്തത്തെ ഒന്നും പറയാൻ പറ്റാത്ത പോലെ. ഡാ മതി, അവൾ എനിക്കുള്ളതാ. നീ എടുത്തോളാ. താടി കൊള്ളാം. മീശയും കൂടെ ഒന്ന് പിടിച്ചാലും പെൺപിള്ളേർക്ക് എന്തായാലും ഇഷ്ടമാകും. കുറച്ച് സ്പ്രേയും കൊണ്ട് അടിക്കാം. സ്പ്രേ, കൂട്ടുകാരൻ്റെ സ്പ്രേ. അവനറിയാതെ അതൊരു പതിവാ. വേണമെങ്കിൽ ഓസൊന്നും പറയാം. എന്താ അല്ലേ? ഷോ കണ്ടു. പഠിച്ചിരിക്കുന്നതാ തേണ്ടി. തീർന്നു, ഇത്രേ ഉള്ളൂ. ക്യാമ്പസിലും തണുപ്പിലും ചൂടും പുകയും കൊണ്ട് ലൈഫ് അങ്ങ് ബോറായിരിക്കുമ്പോഴാണ് ആ മാറ്റം. എക്സാമും സപ്ലിയും പിന്നെ കുറെ കൂട്ടുകാരും. നിക്ക് അവൾ എന്തി? നീ കണ്ടില്ലേ? ഇല്ല. വാ കാണിച്ചുതരാം. ഡാ ഇവളല്ലേ? അവളെങ്ങും അല്ല, വാ കാണിച്ചുതരാം. അവള് വരുവോ? വരും, വെയിറ്റ് ചെയ്യ്. ഇന്നലത്തെ പടം അടിപൊളിയായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സ്റ്റോറി. നീ ആഡ് ചെയ്യടാ. അപ്പൊ അവൾ എന്ത് ചെയ്യേ? അവള് വന്ന് അടിപൊളിയാ. അവളോട് മിണ്ടാനൊരു മടി, അടുത്തത്തെ ഒന്നും പറയാൻ പറ്റാത്ത പോലെ. ഒറ്റയ്ക്കിരിക്കുമ്പോ ആരോടും പറയാതെ കൂടെ ഇരിക്കും. നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുമ്പോ നമ്മളതിലില്ലാതാവുകയാണ്. അവളെന്നാ പൊളിയ. അപ്രതീക്ഷിതമാണെങ്കിലും അവളുടെ സ്റ്റോക്ക് തീർന്നു. ഇനി വരില്ല എന്ന് കേട്ട് അവളെ തിരിച്ചു കൊണ്ടുവരണം എന്ന് വിശ്വസ്തയോടെ അഭിലാഷ്. പ്രണയമാണ് ചങ്കെ. അത് ഇന്നലെ വന്ന പെണ്ണിനോടല്ല, നമുക്കുള്ള പെണ്ണ് എവിടെയോ നമ്മളെ കാത്തിരിപ്പുണ്ട്. ജീവിതത്തിലാകെ ഉള്ളത് കുറച്ച് കച്ചറ തല്ലിപ്പൊളി കൂട്ടുകാരൻ. അവരില്ലെങ്കിൽ പിന്നെ എന്നാ ലൈഫ്.
സ്നേഹിച്ച ചങ്ക് പറിച്ചു തരും. അതാണ് കൂട്ടുകാർ. പൊളിയ.